വെൽക്കം ടു ഹീലിംഗ് ത്രൂ ടാറോട്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കറണ്ട് എനർജി, നിങ്ങൾ എന്തിലേക്കാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഔട്ട്കം എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ 3 കാർഡ് എടുക്കുകയാണ്. നിങ്ങളുടെ കറണ്ട് എനർജി, നിങ്ങൾ എന്താണ് ഇപ്പോൾ ലൈഫിൽ ഫോക്കസ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഔട്ട്കം എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ കറണ്ട് എനർജി എന്ന് പറയുന്നത് ദ ഹെറോഫൻ കാർഡാണ്. ഈ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യാൻ സാധിക്കും. കമ്മ്യൂണിക്കേഷൻ സ്കിൽ നിങ്ങൾക്ക് നല്ലതായിട്ടുണ്ട്. മറ്റുള്ളവരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വളരെ കൂടുതലാണ്. ആളുകൾ നിങ്ങളെ തേടി എത്താറുണ്ട്, നിങ്ങളുടെ ഉപദേശങ്ങൾ തേടി. നിങ്ങൾ അവർക്ക് നല്ല രീതിയിൽ ഗൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അവരെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. കാര്യങ്ങളെല്ലാം എങ്ങനെ ചെയ്യണം, ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളൊരു അഡ്വൈസ് നിങ്ങൾ കൊടുക്കുന്നുണ്ട്. അതാണ് നിങ്ങളുടെ കറണ്ട് എനർജി വന്നിരിക്കുന്നത്. നിങ്ങൾ എന്തിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ വന്ന കാർഡ് ദ പേജ് ഓഫ് വാൺസ് ആണ്. പേജ് ഓഫ് വാൺസ് എന്ന് പറയുന്നത് നിങ്ങളുടെ പാഷനെ പിന്തുടരാനുള്ള ഒരു സ്റ്റേജിലാണ് നിങ്ങളിപ്പോൾ. അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ഡിസിഷൻ എടുക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ഹൈ സ്പിരിറ്റ് എനർജിയിലാണ് നിങ്ങൾ. നിങ്ങളുടെ പാഷൻ എങ്ങനെയാണെങ്കിലും നിങ്ങളത് ഫോളോ ചെയ്ത് സക്സസ്സിൽ എത്തിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. നിങ്ങളുടെ ഔട്ട്കം എന്താണെന്ന് ചോദിക്കുമ്പോൾ ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് ആണ്. അതായത് എല്ലാ കാര്യങ്ങളെയും വളരെ തന്മയത്വത്തോടെയും സ്നേഹത്തോടെയും ഡീൽ ചെയ്ത് നിങ്ങൾ കൊണ്ടുപോകണമെന്നാണ് പറയുന്നത്. എല്ലാത്തിലും ഒരു പരിപോഷണവും പരിപാലനവും ഒക്കെ ചെയ്യണം. സ്നേഹമാണ് അവിടെ, ഒരു മാതൃസ്നേഹം പോലെ തന്നെയാണ് നിങ്ങളുടെ സ്നേഹം. മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും അതേപോലെ പണത്തിൻ്റെ കാര്യത്തിൽ വളരെ ആലോചിച്ചും അതിനെ വേണ്ട പോലെ കൈകാര്യം ചെയ്താണ് മുന്നോട്ട് നിങ്ങൾ കൊണ്ടുപോകേണ്ടതെന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. അതാണ് നിങ്ങളുടെ ഔട്ട്കം വന്നിരിക്കുന്നത്. എന്തും ധനപരമായ കാര്യങ്ങളാണെങ്കിലും അതിനെയെല്ലാം വളരെ ആലോചിച്ച് വളരെ ആർഭാടത്തോടെ എല്ലാം ചിലവാക്കാതെയും വേണ്ട രീതിയിൽ വേണ്ടുന്നത് പോലെ ചിലവാക്കിയും വളരെ സന്തോഷമായിട്ട് കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്ത് കൊണ്ടുപോകണമെന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ഇത് വളരെ നല്ലൊരു റീഡിംഗ് ആണ്. ഇത് എല്ലാവർക്കും റെസണേറ്റ് ആകണമെന്നില്ല. റെസണേറ്റ് ആകുന്നവർ മാത്രം ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക, അല്ലാത്തവർ വിട്ടുകളയുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. ടേക്ക് കെയർ.